ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ 2 വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പുറത്ത് പോയതിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാക്കി തേർഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ തേർഡ് പാർട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക പുറത്ത് പോയതിൻ്റെ വിശേഷങ്ങളും പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ 5 വർഷമായി, 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 5 വർഷത്തിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു കേക്ക് സെയിൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതൊക്കെയാണ്. നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഞാനിതിൽ ബാക്കിൽ കൊടുത്തതെന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണിംഗ് വ്യൂ ആയിട്ടാണ്. നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആ ഒരു വ്യൂവിലാണ് ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള മാർസിം ഹോളിഡേയ്സ് ഹോം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ചെറിയൊരു റിസോർട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇവിടെ എത്താൻ കാരണം നമ്മളുടെ കേക്ക് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 കാണിച്ചിട്ടുണ്ട്. കേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വയനാട് ട്രിപ്പിൽ എത്തിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോൾ ട്രിപ്പ് പോയിട്ട് 3ാമത്തെ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം മോർണിംഗിൽ നമ്മളിപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്ത് പോവുകയാണ്. വയനാടിൻ്റെ കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് 4ാമത്തെ ദിവസം തിരിച്ചു പോരാമെന്നാണ് പ്ലാനിങ് ഉള്ളത്. ഈ ഒരു തേർഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് റീപ്ലൈ ഈ ഒരു തേർഡ് പാർട്ടിൽ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതിൽ ഒരു സോറി പറയണേ. പിന്നെ അപ്പോൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറേ പേര് ഡൗട്ടാണ്, അന്നത്തെ ഓർഡറെല്ലാം എന്ത് ചെയ്തു. നമുക്കിപ്പോൾ ഡെയിലി ഓർഡർ വരുമ്പം ഇതുപോലെ ഒരു 4 ദിവസം ഇതിൽ നിന്ന് നമുക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് പോയപ്പോൾ ഈ വരുന്ന ഓർഡറൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓർഡർ വരുമ്പോൾ എനിക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് സാധാരണയായിട്ട് ഓർഡർ വരുമ്പോൾ അവരെയാണ് ഏൽപ്പിക്കാറുള്ളത്. നമുക്ക് നമ്മൾ ചെയ്യണ അതേ നീറ്റിലും പെർഫെക്ഷനിലും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഏൽപ്പിക്കാറുള്ളത്. സനൂബിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണുണ്ടാവും, സനൂസ് വേൾഡ് കേട്ടോ, യൂട്യൂബ് ചാനലുള്ള. അപ്പോൾ അവരെയാണ് ഏൽപ്പിക്കാറുള്ളത്. അവരും അതുപോലെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കണക്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഓർഡർ ഞാൻ എന്താ പറയുക, നമുക്ക് വന്ന് കിടക്കുന്ന ഓർഡർ ഉണ്ടായിരിക്കില്ല, ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആ ഓർഡർ ഞാൻ അവരെ ഏൽപ്പിച്ചു. പിന്നെ വരുന്നതെല്ലാം ക്യാൻസലാക്കി കേട്ടോ. ക്യാൻസലാക്കാൻ കാരണം ഇപ്പം നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ, നമ്മളിപ്പോൾ ട്രിപ്പ് പോയത് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, എല്ലാത്തിനും ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സ് ഇങ്ങനെ വിളിക്കുക, കേക്ക് വേണം. അപ്പോൾ അത് വരെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അഥവാ ടൈമിംഗ് ചേഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിരുന്ന ചില ഓർഡർ ക്യാൻസലാക്കി. പിന്നെ ചിലത് നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചിലതിന് നാട്ടിൽ അവർക്ക് അധികം തിരക്കില്ലാത്തത്, അതായത് ഇപ്പോൾ വെറുതെ കഴിക്കാനൊക്കെ ആവശ്യമുള്ളവരുണ്ടാവില്ലേ, അവരൊക്കെ പറഞ്ഞു എന്നാൽ നാട്ടിലെത്തിയതിൻ്റെ ശേഷം ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലാത്തത് ഞാൻ ഇവരെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ ആദ്യം ഓർഡർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഇവരെ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ചിലത് നമ്മൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം കേട്ടോ. നമുക്ക് അതൊക്കെ ഒരു റിസ്ക്കായി മാറണോണ്ട് അത് ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ട്രിപ്പ് പോണതിൻ്റെ തലേദിവസം നമ്മൾ പോയ അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കേക്ക് ഉണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ വന്നിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാം കണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരും. കാരണം വർക്ക് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഒറ്റയടിക്ക് ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഒന്നെങ്കിൽ വേറെ ആളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലിപ്പോൾ നമുക്ക് കേക്ക് നോർമൽ കേക്ക് ഒരു 2-3 ദിവസം വീട്ടിൽ നമുക്ക് ഫ്രിഡ്ജിൽ നല്ലപോലെ സൂക്ഷിക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാനിങ് ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ കേക്കിൻ്റെ വർക്ക് എന്താ ചെയ്തത്, അന്നൊന്നും വർക്കില്ലാത്ത ദിവസം നോക്കി പോയതാണോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് സൂചിപ്പാറയാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഇനി പോണത് 900 കണ്ടിയാണ്. അപ്പോൾ വയനാട് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒന്നും കാണാതെ പോകുമ്പോൾ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോരാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ വയനാട് പോകുമ്പോൾ ഓരോ വ്യൂ പോയിൻറ്റും ഒരുപാട് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് 900 കണ്ടിയാണ്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് അവരെ വണ്ടിയിലാണ് പോണത് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ നമുക്ക് സാധാരണ വണ്ടിയിട്ടൊന്നും അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഫാമിലിനെ കൂടെയാണ് പോണത് കേട്ടോ. ഞങ്ങളും വേറൊരു ഫാമിലിയും കൂടി ഒന്നിച്ചിട്ടൊരു വണ്ടിയിലാണ് പോണത്. പിന്നെ ഈ ഒരു കേക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡർ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ട്രിപ്പൊന്നും അങ്ങനെ പോവാറില്ല. നമ്മളിപ്പോൾ അധികം വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങി കൂടുകയാണ്. കാരണം വർക്ക് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ വർക്കില്ലെങ്കിൽ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വർക്കില്ലാത്ത സമയത്ത് നമുക്ക് വേറെ ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ കേക്ക് സെയിൽ ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതുപോലൊരു കോമ്പറ്റീഷന് പോകാനും കേക്ക് സെയിൽ ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു ടൂറ് പോകാൻ പറ്റി. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതുപോലെ ഓരോ കോമ്പറ്റീഷനും അതുപോലെ ഓരോ ഒന്നും ഒഴിവാക്കരുത്, എല്ലാത്തിലും പങ്കെടുക്കുക. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് എവിടെ ലക്ക് എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ലൈഫിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹോം ബേക്കിംഗ്, കേക്ക് മേക്കിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ഇതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. നമുക്ക് ഇപ്പോൾ അടുത്തടുത്ത് ഇപ്പോൾ ബേക്കേഴ്സ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കോമ്പറ്റീഷനാണ് നമ്മൾ നേരിടുന്നത്. നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കേക്ക് മേക്കിംഗ് കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു മേഖലയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിൻ്റെ ജോലി അതുപോലെ വീട് ക്ലീനിങ് എല്ലാത്തിൻ്റെ ഇടയിലും നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കേക്ക് മേക്കിങ്ങും അതുപോലെ സെയിലൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമാണ്. നമ്മളെ വീട് ആ ഒരു ഇതിൽ തന്നെ കൊണ്ടടക്കാനും നമ്മളെ മക്കളെ കാര്യങ്ങൾ നോക്കാനും ഒക്കെത്തിനും പറ്റിയിട്ടുള്ള നല്ലൊരു ഇതാട്ടോ. നമ്മൾ മറ്റുള്ള ഓഫീസിലോ അല്ലെങ്കിൽ ഷോപ്പിലോ ഒക്കെ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു ടൈമിംഗ് ഉണ്ടായിരിക്കും. നമ്മളെ വീട്ടിലാവുമ്പോൾ നമുക്ക് എടുക്കണ്ട, ഓർഡർ എടുക്കണ്ട. അതെല്ലാം നമുക്കിപ്പോൾ പുറത്തെന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളുണ്ടോ അന്നത്തെ ദിവസം വർക്ക് എടുക്കണ്ട, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളൊരു ജോലി ഒരു ഓഫീസിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് പറ്റില്ലല്ലോ. ലീവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫങ്ഷന് പോകാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഇതുപോലെ തന്നെയാണ്. ഗാർഡനിങ് അതുപോലെ മറ്റുള്ള ചെറിയ ജോലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നാലും അതിൽ നിന്ന് നമുക്ക് ഓഫീസിൽ മറ്റൊരു ജോലിയിലേക്കും കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണവർക്കൊക്കെ അറിയാം എത്രത്തോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റും, ഓർഡർ എങ്ങനെയൊക്കെ എടുക്കാൻ കഴിയുന്നുള്ളതൊക്കെ. അപ്പം മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ പെർഫെക്ഷനിലും നീറ്റിലും കേക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓർഡർ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുറേ പേര് നേരിടുന്ന ഒരു കാര്യമാണ് വർക്കില്ലാത്തത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടിയൊക്കെ ആയി ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ഇരിക്കുക. പിന്നെ ഒരു കുട്ടീനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫാമിലിനെ നോക്കിയിട്ട് ഒതുങ്ങിക്കൂടുക. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ സമയത്ത് നമ്മളൊരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു സ്റ്റിച്ചിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബേക്കിങ്ങോ പിന്നെ ഗാർഡനിങ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ലൈഫ് ബോറടി ആയിട്ട് മാറില്ല.
അല്ലാന്നുണ്ടെങ്കിൽ നേരം വെളുക്കുക, വീട്ടിൽ ജോലി ചെയ്യുക, രാത്രിയാവുക, അങ്ങനെ ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബോറടിച്ചിട്ടുള്ള ലൈഫിനേക്കാളും കുറച്ചൊരു ബിസി ആയിട്ടുള്ള ലൈഫാണ് ഒന്നും കൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബിസി ആയി പോകരുത്. അപ്പോൾ നമുക്ക് ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചൊരു നല്ലൊരു ടൈം ടേബിൾ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കെല്ലാം ഒരുപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് 900 കണ്ടിയിലെ വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇതാ റൂമിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. പിറ്റേ ദിവസം മോർണിംഗ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. ഇനി നാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് കാലിക്കറ്റ്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് തിരിച്ച് പോകാമെന്നാണ് ഇന്നത്തെ പ്ലാനിങ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ എന്തൊരു എന്താ പറയുക, നമ്മൾ എന്തൊരു കാര്യം ചെയ്യണോ അതിനെല്ലാത്തിനും നമ്മൾ ഫാമിലിൻ്റെ സപ്പോർട്ട് കൂടെ വേണം കേട്ടോ. നമ്മളിപ്പോൾ ഹസ്ബൻഡിൻ്റെ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് നമുക്ക് ഒപ്പം വേണം, എന്നാലേ എല്ലാ ഭാഗത്തും നമ്മൾ വിജയിക്കുള്ളൂ. അതുപോലെ തന്നെ കല്യാണം കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിൻ്റെ സപ്പോർട്ട് മുന്നോട്ട് വേണം, എന്നാൽ നമുക്ക് എവിടെ എത്താൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ രാവിലെ എല്ലാവരും ഫ്രഷായി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ കാലിക്കറ്റ് പോകും. കാലിക്കറ്റിൽ നിന്ന് പിന്നെ ഉച്ചക്ക് അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കൂടിയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇതാ വേറെ ഒരുപാട് ഫാമിലികളുണ്ട് കേട്ടോ ഇവിടെ. ഓരോ വീടുകളാണ് ഇവിടെ. അപ്പോൾ അതിലെല്ലാം ഓരോ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി വരുന്ന സമയത്ത് ഇവരൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അവരും ചെക്കൗട്ടിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് അവിടുത്തെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ചൊരു കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ കേട്ടോ. ഇവരെ ഈ ഒരു റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുങ്ങാണ്ട് പോവാം. നമ്മളിവിടെ ഈ ഒരു മാർസിമിൽ ഒരുപാട് കോട്ടേജുകളുണ്ട് കേട്ടോ. കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളിലേക്കായിട്ട് വന്നിട്ടില്ല, ഞങ്ങൾ കയറി ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾക്ക് റൂം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉള്ളിലേക്കായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. നല്ല ഫാമിലി ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് വൈത്തിരിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു റിസോർട്ട്. പിന്നെ അധികം റേറ്റൊന്നും നമുക്ക് വരുന്നില്ല. പിന്നെ ഇപ്പോൾ വെയിലിൻ്റെ ആ ഒരു ടൈമായ കാരണം അധികം ടൈമൊന്നും അവിടെ നിൽക്കണില്ല കേട്ടോ. ഞങ്ങൾ വേഗം തിരിച്ച് പോരുകയാണ്. പിന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ പിന്നെ ഡ്രസ്സെല്ലാം പിന്നെ ഇനി ചളിയാവും. ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പോകുന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് പിന്നെ കുറച്ച് ഗാർഡനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ തന്നെ നമ്മൾ വരുമ്പോൾ അവിടെ കയറണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗാർഡൻ കണ്ടപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ച് ചെടികളൊക്കെ ഒന്ന് വാങ്ങി. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഗാർഡനിൽ. നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റേറ്റും അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, ചെറുതാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള റേറ്റുള്ള ചെടികളുണ്ട്. പിന്നെ റേറ്റ് കുറഞ്ഞതുണ്ട്. പിന്നെ ഫ്ലവറുള്ള ടൈപ്പായിട്ടുള്ള ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്ലവറുള്ള ടൈപ്പ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാവണ അത്ര ഉഷാറിലൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെടിയെ വാങ്ങിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു പ്രത്യേക തരം ചെടി കണ്ടു കേട്ടോ. നമ്മൾ എയറിൽ നിൽക്കുന്ന ചെടി, അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും കയറിലായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളും, കേട് വരുന്നില്ല. മണലിൽ നമ്മളിങ്ങനെ കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചെടി കണ്ടു, ഞാൻ വീഡിയോയിൽ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെടി. ഇതിങ്ങനെ കയറിലായിട്ട് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെടി കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചെടി അവിടുന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ വയനാട് വിട്ടു കേട്ടോ. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോണത് കാലിക്കറ്റ്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ മോന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു മെയിൻ റോട്ടിൽ. അവിടുന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഇവളെ വീട് വന്നിട്ടുള്ളത്. അപ്പോൾ അവനാണ് ഫ്രണ്ടിലായിട്ട് പോണത് കേട്ടോ. ഇപ്പോൾ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത മോനാണ് ഫ്രണ്ടിൻ്റെ. അപ്പോൾ എൻ്റെ മോൻ്റെ കൂടെയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറേ ടൈം അവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കേക്ക് കോമ്പറ്റീഷനിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ട്രിപ്പ് പോകാനും ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒക്കെ പറ്റി. അപ്പോൾ ഒരു ദിവസത്തെ ടൂറായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അബാദ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് എന്താ പറയുക ഒരു സ്റ്റേ ഉണ്ടായിരുന്നത്, ഒരു ദിവസത്തെ സ്റ്റേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് തന്ന കലീസ് റെസ്റ്റോറൻറ്റിന് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പം നല്ലൊരു എന്താ പറയുക ഗിഫ്റ്റാണ് കേട്ടോ നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക തന്ന കലീസിനും അതുപോലെ ജഡ്ജസിനൊക്കെ ഒരുപാട് താങ്ക്സ് പറയും. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ബേക്കേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്